നമ്മൾ ചെയ്യാൻ പോയത് എന്നൊരു ചെറിയൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളൊരു കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പുറത്ത് പാടത്ത് പോയിട്ട് ഒരു ഫോട്ടോഷൂട്ട് പോലെ, നമുക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എടുക്കുന്നതിൻ്റെ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഇതിക്ക് ഞാൻ അതിന് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് കുളിച്ചിട്ടുണ്ട്. എനിക്ക് ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു. അപ്പം ആ പനിയൊക്കെ മാറി ഞാൻ ഇന്ന് തല നനച്ചൊന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പനിയായിട്ട് തല നനയ്ക്കാതിരുന്നപ്പോൾ തന്നെ കുറച്ച് എന്താ പറയുക താരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ താരനൊക്കെ പോകാൻ വേണ്ടി കുറച്ച് മറ്റേ ആ ലോഷനുണ്ടല്ലോ, ആ ലോഷനൊക്കെ തേച്ച് നന്നായി ഒരു നല്ല സെറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽപ്പാട്ടോ. അതുകൊണ്ടാണ് ഈ നനഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവാം കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ. എല്ലാത്തിലും ഞാൻ ഈ സ്ഥിരം സാധനങ്ങൾ തന്നെ കാണിക്കുന്നത് എടുക്കലൊക്കെ അറിയണ്ടായിരിക്കും. പോൾസിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പനി മാറിയപ്പോൾ നല്ല കുറയാണ് കേട്ടോ. പനി, തൊണ്ടവേദന ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഈ മൂക്കൊലിപ്പും. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ചുമ ഭയങ്കര കുരയായിരിക്കും. രാത്രിയാണ് അൺസഹിക്കബിൾ കുരച്ചൊരു വരിയായിരിക്കും. ഇനി മൂക്കിൻ്റെ ഓട്ടയെടുക്കും. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു മമ-എർത്തിൻ്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ. പക്ഷേ മമ-എർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തായാലും ഇത് കാശെടുത്ത് നമ്മൾ വാങ്ങിയതാണല്ലോ, നല്ല റേറ്റ് ഉണ്ട്. ഇതിന് തന്നെ ഒരു 300 സംതിങ് ഉണ്ട് കേട്ടോ. 300ൻ്റെ അടുത്ത് 280 അത്രയും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയതാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്യാതെ വേസ്റ്റ് ആക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം യൂസ് ആക്കും. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിലും ചില ദിവസങ്ങളിൽ, എനിക്ക് ഓർമ്മയുള്ള ദിവസങ്ങളിൽ, മൂടുള്ള ദിവസങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യട്ടോ. അപ്പം നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. നല്ല കുരയാണ് ഗൈസ്, നല്ല കുര. നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പതിയെ തന്നെ തേച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇല്ലെങ്കിൽ നന്നായി ഹാഷായി ചെയ്യുമ്പോൾ ഒരു മെന ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ നമ്മളിങ്ങനെ നന്നായി നമ്മുടെ സ്കിന്നിനെ തേച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല പതിയെ ടൈം എടുത്ത് അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ആ ഒരു മേക്കപ്പ് ഇല്ലേ, അതിനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തു. ഇനി നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് ഞാൻ ഈ ഒരു ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സ്മൂത്തിൻ്റെ കേട്ടോ, ഡിലൈറ്റ് പെർഫ്യൂംഡ് ടാൽക്ക്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് സാധാരണ ഞാൻ 10 രൂപയുടെ മറ്റേ കുട്ടിക്കൂറ, പോൺസ് ഇതൊക്കെ കേട്ടോ യൂസ് ചെയ്യാറ്. ഇതൊന്നും യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊന്ന് ഇതാക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും സ്കിൻ ഉണ്ടാവുക. അപ്പം നമുക്ക് അതൊന്ന് യൂസ് ചെയ്യാം. കണ്ടോ, ഫുള്ള് തട്ടിക്കൊടുത്ത് മൊത്തത്തിലൊരു വെള്ളപ്പാട് പിടിച്ച പോലെ ഉണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു സൈഡിലേക്ക് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ ക്യാമറ ഈ സൈഡാണ്, പക്ഷെ എനിക്ക് തോട്ടം വരുന്നത് ഇങ്ങോട്ട്. നമ്മൾ ഫേസിക്കാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് കേട്ടോ പ്രശ്നം. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ അത് യൂസ് ചെയ്തു. സോ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഐലൈനർ ഉണ്ടോ. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വീട്ടിലുള്ളത് ഇപ്പോൾ ഡാസ്ലറിൻ്റെ ആണ്. അപ്പം നമുക്ക് അത് യൂസ് ചെയ്യാം. മിറർ ഇല്ലാത്തതുകൊണ്ട് അതൊരു പാടാണ് കേട്ടോ. ഇങ്ങനെ നോക്കി ചെയ്യാൻ വൈകില്ല, ഞാൻ എന്തായാലും മിറർ നോക്കി ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഐലൈനർ, ഞാനിപ്പോൾ ഈ ഒരു പൊട്ടിയൊരു മറ്റേ ഇതിൻ്റെ കണ്ണാടി ഉണ്ടല്ലോ, ഐ ഷാഡോ പാലറ്റിൻ്റെ ഒരു മിറർ ഉണ്ടായിരുന്നു പഴയത്. അപ്പം ഞാൻ അത് വെച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്.
അപ്പം നമ്മളൊരു കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് കൂടെ എഴുതാം. സോ നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലഷാണ് കേട്ടോ, ചീക്കി ഫ്ലഷ്. നമുക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടുന്നത്. ഏത് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഞാനൊരു പൗഡർ ഇട്ടിട്ട് ഈ ഒരു ബ്ലഷ് എന്തായാലും യൂസ് ചെയ്യാം. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയത് കേട്ടോ. ഇതിന് 199 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മറ്റേ ചീക്കിൻ്റെ മൈൻഡിനായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയത് ഈ ഒരു ചീക്ക് ഫ്ലഷ് ആയിരുന്നു. ഇത് നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറാണ്. മറ്റേത് കുറച്ച് ഡ്രൈ ആയ ടൈപ്പാണ്, ഇതൊരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ മിറർ നോക്കി ചെയ്യാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ബ്ലഷ് അപ്ലൈ ചെയ്തിരിക്കുന്നു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്താൽ മതി. നന്നായി ഡാർക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി കളറായിരിക്കും. അതുകൊണ്ട് ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ. മിറർ എടുക്കട്ടെ ഞാൻ. കരുമ്പ് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൽ കൂടെ ഒന്ന് റെഡിക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു ലിപ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 180 rupees ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഹിമാലയയുടെ പ്രൊഡക്റ്റാണ്. അയ്യോ, ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തുനിന്ന് നല്ല സൗണ്ട് കേൾക്കും. അത് അമ്മ തിരുമ്പുന്ന സൗണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് അമ്മ തിരുമ്പാൻ പോകുന്നത്. അപ്പം നല്ല ഭയങ്കര സൈലൻസിൽ ആ ഒരു തിരുമ്പുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ 2 ദിവസം മുന്നേ പുരികം ഒന്ന് ത്രെഡ് ചെയ്താൽ എനിക്ക് പുരികം ഒട്ടുമില്ല. പക്ഷെ ത്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു വൃത്തി കിട്ടും. നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പുരികം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ടിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു പൊട്ടിട്ട് പൊട്ടി ഞാൻ. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഇടണോ അതോ ഞാൻ റെഡ് ഇടണോ? ഞാൻ റെഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു റെഡ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ പഴയ ചില സമയത്ത് എനിക്ക് മുമ്പ് കുറച്ച് ഒരു 1 year മുമ്പ് വരെ എനിക്ക് ഈ ഒരു റെഡ് പൊട്ടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു റെഡ് പൊട്ടിൻ്റെ ഒരു പ്രാന്തുണ്ടായിരുന്നു. ഒരു ബംഗാളി ലുക്ക് ഉണ്ടോ? ഒരു ബംഗാളി ലുക്കുള്ള പോലെ ഉണ്ടല്ലേ. ജസ്റ്റ് താഴ്ത്തി വയ്ക്കാം. കുഴപ്പമില്ല.
ഇപ്പോഴും നിങ്ങൾ എന്നെ ബ്ലാക്ക് പൊട്ടി വെച്ചിട്ടല്ലേ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഒരു റെഡ് പൊട്ടി വെച്ചിട്ട് കുറച്ചൊക്കെ ഇതുവരെ കാണാം. അപ്പം ഞാനേതായാലും ഈ ഒരു പൊട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഇയറിങ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഡ്രസ്സ് സാരിയോ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഒരു കുഞ്ഞൊരു ഇയറിങ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഫ്രീ ഹെയർ ആയിട്ട് ഇടും, അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇടുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മുടിയൊക്കെ ഉണങ്ങി സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ.